ഹലീമ ബീവിയുടെ തണലിൽ. അത്ഭുതങ്ങൾ നിറഞ്ഞ അക്കാലമോർത്ത് ഹലീമ ബീവി പറഞ്ഞു, അള്ളാഹു ആ കുഞ്ഞിൻ്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നന്നായി ചൊരിഞ്ഞു. 2 വയസ്സ് പൂർത്തിയാകുന്നതുവരെ തികഞ്ഞ അത്ഭുതമായി തന്നെയാണ് കുട്ടി വളർന്നത്. തുടർന്നാകട്ടെ സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാല്യദശ പ്രാപിച്ചുകൊണ്ടിരുന്നു. ബീവി തിരുനബിയെ കയ്യേറ്റെടുത്ത കഥ തന്നെ വിചിത്രമായിരുന്നു. മൊലിയൂട്ടുന്നതിന് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ ഒരു പറ്റം കൂട്ടുകാരികൾക്കൊപ്പമാണ് ഹലീമ മക്കത്തെത്തുന്നത്. കൂടെ വന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കിട്ടി, ഹലീമക്ക് മാത്രം കിട്ടിയില്ല. അപ്പോഴാണ് ഒരു അനാഥ ശിശുവിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ആരും ആ കുഞ്ഞിനെ കൈപ്പറ്റിയിട്ടില്ല. കാരണം അനാഥനാണല്ലോ, പാരിതോഷികങ്ങളൊന്നും ഉണ്ടാവില്ല. മൊലിയൂട്ടുന്ന ഉമ്മമാർ കുഞ്ഞുങ്ങളുടെ പിതാക്കളിൽ നിന്ന് നല്ല പാരിതോഷികങ്ങൾ പ്രതീക്ഷിക്കുക പതിവാണ്. യത്തീമിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ? ബീവി പറയട്ടെ, ഞാൻ എൻ്റെ ഭർത്താവിനോട് അഭിപ്രായം ആരാഞ്ഞു. പ്രിയനെ, ഒരു കുഞ്ഞിനെ കൈപ്പറ്റാതെ മടങ്ങാൻ എനിക്കാകില്ല, നമുക്ക് ആ യത്തീമിനെ വാങ്ങാം. ഭർത്താവ് സമ്മതിച്ചു. ഞാൻ കുഞ്ഞിനെ സ്വന്തം മാതാവിൽ നിന്ന് ഏറ്റെടുത്തപ്പോൾ ആ മാതാവ് എന്നോട് പറഞ്ഞു, ഹലീമ, നീ ഈ കുഞ്ഞിനെ നന്നായി മുലയൂട്ടണം. പുറമേ കുഞ്ഞിനെ ഞാൻ ഗർഭം ചുമന്നത് മുതൽക്കുണ്ടായ ചില അനുഭവങ്ങൾ കൂടി ആമിന ബീവി എനിക്ക് പകർന്നു തന്നു. ഞാൻ കുഞ്ഞിനെ അരുമയോടെ മടിയിൽ വെച്ചതും എൻ്റെ സ്തനങ്ങൾ നിറഞ്ഞു തുളുമ്പി ഞാൻ കുഞ്ഞിന് മുല നൽകി അത് വയർത്തെറിയ പാൽ കുടിച്ചു. ഇതിനിടെ എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ വയസ്സൻ ഒട്ടകത്തെ പരിചരിക്കാനായി ചെന്നു. അത്ഭുതം, അതിൻ്റെ അകട് നിറഞ്ഞിരിക്കുന്നു. കറന്നു നോക്കി, അത് യഥേഷ്ടം പാൽ ചുരത്തുന്നു. ഞങ്ങളിന്ന് വയർ നിറയെ പാൽ കുടിച്ചു. അന്ന് രാത്രി ഞങ്ങൾ എത്ര സന്തോഷത്തിലാണെന്നോ അന്തിയുറങ്ങിയത്. ഹലീമ ബീവിക്ക് പിന്നെ ഓരോ നിമിഷവും വിചിത്രാനുഭവങ്ങൾ പകരുന്നതായിരുന്നു. ഞങ്ങൾ മക്കയിലേക്ക് പോകുമ്പോൾ സഞ്ചരിച്ചിരുന്ന പെൺകഴുത തന്നെ ക്ഷീണിതയായിരുന്നു. ഒട്ടും വേഗതയുമില്ല. എന്നാൽ തിരുനബിയെയും കൊണ്ട് തിരികെ പോരുമ്പോൾ സ്ഥിതി മാറി. കഴുത കൂട്ടുകാരികളുടെ മുന്തിയ വാഹനങ്ങളെയൊക്കെ പിറകിലാക്കി അവർ കേണുകൊണ്ടിരുന്നു. ഹലീമ, ഒന്ന് പതുക്കെ, ഞങ്ങൾക്ക് നിന്റെ ഒപ്പമെത്താനാകുന്നില്ല. നീ തിരികെ പോന്നപ്പോൾ വാഹനം മാറ്റിയോ? മാറ്റിയില്ല, ഇത് പഴയ കഴുത തന്നെ. പക്ഷേ ഇതിനിപ്പോൾ എന്തോ മാറ്റം വന്ന മാതിരി. ഞാൻ അങ്ങനെയാണ് പ്രതികരിച്ചത്. കുഞ്ഞുമായി ഞാൻ എൻ്റെ വീടണഞ്ഞതോടെ അവിടെയാകെ കസ്തൂരി ഗന്ധം പരന്നു. ബനൂ സഅദിലെ ഭവനങ്ങളിലൊക്കെ ആ പരിമളം അടിച്ചു വീശി. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കുമാവില്ല. എൻ്റെ ബന്ധുക്കൾക്കും കുഞ്ഞു പെട്ടെന്ന് പ്രിയങ്കരനായി മാറി. അവർ അവനിൽ പുണ്യം മാത്രം കണ്ടു. ആർക്കെങ്കിലും ശാരീരികമായ വല്ല പ്രയാസവും വന്നാൽ അവർ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊന്ന് തടവും. അതോടെ അസുഖം വിട്ടുമാറും. അത്ഭുതത്തോടത്ഭുതം. അവരുടെ ആടിനോ ഒട്ടകത്തിനോ പോലും രോഗം വന്നാൽ കുഞ്ഞിൻ്റെ തൃക്കരം കൊണ്ട് ശമനം കാണുന്ന സ്ഥിതി വന്നു. അതിനിടയിൽ കുഞ്ഞിനെ അപായപ്പെടുത്താനും ചില ശത്രുക്കൾ ശ്രമിക്കാതിരുന്നില്ല. ഒരു ദിവസം ഞാൻ ഉക്കാള് ചന്തയിൽ കുഞ്ഞുമായി ചെന്നതാണ്. ഒടുന്നനെ ഒരു ജ്യോത്സ്യൻ പ്രത്യക്ഷനായി. കുഞ്ഞിനെ കണ്ടതും അവൻ ഇങ്ങനെ ആക്രോശിക്കാൻ തുടങ്ങി, ഓ ഉക്കാസ് ചന്തക്കാരെ, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊല്ലുവിൻ. ഇവന് ഭാവിയിൽ വലിയ ആധിപത്യം വരാനിരിക്കുന്നു. ജനങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ രംഗം വിട്ടു. ഒരു ദിവസം ഒരു പറ്റം ജൂതന്മാർ ഈ വഴി വന്നു. അവരെ കണ്ട ഞാൻ വെറുതെ പറഞ്ഞു, ഏയ്, നിങ്ങൾ ഈ കുഞ്ഞിനെ പറ്റി വല്ലതും പറഞ്ഞു തരും. ഇവൻ്റെ ഗർഭവും പ്രസവവുമൊക്കെ അത്ഭുതം നിറഞ്ഞതായിരുന്നു. ഞാൻ കുഞ്ഞിനെ പറ്റി കുറച്ച് പറഞ്ഞതും ഒരു ജൂതൻ മറ്റൊരുത്തനോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിവനെ കൊല്ലാം. അനന്തരം അവർ ചോദിച്ചു, ഇവൻ യത്തീമാണോ? പന്തികേട് മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞു, ഏയ് അല്ല, ഇതാണ് ഇവൻ്റെ ഉപ്പ, ഞാൻ ഉമ്മയും. ഇവൻ അനാഥനായിരുന്നെങ്കിൽ ഞങ്ങൾ കൊന്നുകളഞ്ഞേനെ. ഇതും പറഞ്ഞ് ആ ജൂതന്മാർ പോയി. ഉണങ്ങിച്ചുക്കായ ഞങ്ങളുടെ പുൽമേടയിൽ പച്ച പിടിച്ചു. മെലിഞ്ഞൊട്ടിയ ഞങ്ങളുടെ ആടുമേനികളൊക്കെ തുടുത്തു വന്നു. വൈകുന്നേരം അവ അകിട് നിറച്ച് പാലുമായി വരും. ഞങ്ങളത് പാനം ചെയ്ത് അന്തിപ്പട്ടിണിയില്ലാതാക്കി. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റാടുകൾക്ക് ഈ തടിപ്പും പാൽ സമൃദ്ധിയും കിട്ടിയില്ല.
അവ പിന്നെയും എല്ലുന്തിയും അകിടുട്ടിയും തന്നെ സായാഹ്നങ്ങളെ വിരസമാക്കി. ഒടുക്കത്തിൽ ഞാൻ എൻ്റെ ആടുകളെ മേയ്ക്കുന്നിടത്ത് അവരും കൊണ്ടുവന്ന് മേയ്ക്കും. പക്ഷേ ഒരു മാറ്റവുമില്ല. 2 വയസ്സ് പൂർത്തിയായപ്പോൾ തിരുനബി മുലകുടി നിർത്തി. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുനബി മുലകുടി നിർത്തിയ പാടെ മൊഴിഞ്ഞ കീർത്തന കാവ്യം ഇതായിരുന്നു: അല്ലാഹു അക്ബർ കബീറൻ വൽഹംദുലില്ലാഹി കസീറൻ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അല്ലാഹു തന്നെ ഉന്നതൻ, അല്ലാഹുവിനാകുന്നു പെരുത്ത സ്തുതികൾ. രാപ്പകൽ ഭേദമന്യേ അവൻ തന്നെ പരിശുദ്ധൻ. മുലകുടി നിർത്തിയിട്ടും തിരുനബി ഹലീമ ബീവിക്കരികിൽ തന്നെയാണ് കുറച്ചുകൂടി കഴിച്ചു കൂട്ടിയത്. അങ്ങനെ കുഞ്ഞിന് 4 വയസ്സായി കാണും. സ്വന്തം മാതാവിനെ സന്ദർശിക്കാൻ ഹലീമയും കുടുംബവും കുഞ്ഞുമായി വക്കത്തണഞ്ഞു. കുഞ്ഞിനെ തിരിച്ചു നൽകുവാൻ ഹലീമയും കുടുംബവും തീരെ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം കുഞ്ഞു വഴി കിട്ടിയിരുന്ന വലിയ ബർക്കത്ത് തന്നെ. യാത്രാമധ്യേ അവർ വാദിസറയിലെത്തി. അബിസീനിയക്കാരായ ഒരു സംഘം കുഞ്ഞിനെ കാണാനിട വന്നതും കുഞ്ഞിനെപ്പറ്റി വലിയ അന്വേഷണമായി. കുഞ്ഞിനെ അവർ നന്നായി പരിശോധിച്ചു. കുഞ്ഞിൻ്റെ മേനിയിൽ പതിഞ്ഞിരുന്ന നുബുവത്തിൻ്റെ മുദ്രയും കണ്ണുകളിലെ ചുവപ്പും അവരുടെ നിരീക്ഷണത്തിൽ ഉടക്കി. ഇവനെന്താ, നേത്രരോഗം വല്ലതുമുണ്ടോ? അവർ ചോദിച്ചു. ഹലീമ പറഞ്ഞു, ഇല്ല, കണ്ണിൻ്റെ ചുവപ്പ് വിട്ടുമാറാറില്ല. അപ്പോൾ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ ഈ ബാലൻ ഭാവിയിലെ ദൈവദൂതൻ തന്നെ. അവർ ആമിന ബീവിയുടെ വീട്ടിലെത്തി. കുഞ്ഞിനെ കണ്ടതും ആമിന ബീവി സന്തോഷം കൊണ്ട് മതിമറന്നു. പൊന്നോമനയെ ആ മാതാവ് മാറോടണച്ചു. കുഞ്ഞിനെ തിരികെ കിട്ടുന്നതിനേക്കാൾ പ്രിയങ്കരമായി മറ്റൊന്നും ആ ഉമ്മക്ക് ദുന്യാവിലില്ലായിരുന്നു. അറേബ്യൻ പതിവ് ശീലത്തിൻ്റെ ഭാഗമായി കുഞ്ഞിനെ ഹലീമയുടെ മടിത്തട്ടിലേക്ക് ഉമ്മ ഏൽപ്പിച്ചത് ശരി തന്നെ. എന്നാലും ആ ഉമ്മയുടെ മനസ്സിൻ്റെ മടിത്തട്ടിൽ കുഞ്ഞിനെ എന്നും താലോലം പാടി ഉറക്കാറുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമ്മ കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ ഈ ഒരു കൊല്ലം ഞങ്ങളുടെ അടുത്ത് തന്നെ നിർത്തുക. മക്കത്ത് പടർന്നു പിടിക്കുന്ന പ്ലാഗ് കുഞ്ഞിനെ ബാധിക്കുമെന്ന് ഞങ്ങൾ ഭയക്കുന്നു. പക്ഷേ ആമിന ബീവി വിട്ടില്ല. ഞങ്ങൾക്കുണ്ടോ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നു. പെറ്റുമ്മയാണ് വാശി പിടിക്കുന്നത്. ഞെനക്കാതെ ഒരു വേർപാട് കുഞ്ഞുമായി ഞങ്ങൾക്ക് സഹിക്കാനായില്ല. ഞങ്ങൾ ആമിനയുമായി കുറേ തർക്കിച്ചു. ഒടുവിൽ ആ ഉമ്മ കനിഞ്ഞു. ഞങ്ങൾ ബാലനെയും കുട്ടി നാട്ടിലേക്ക് മടങ്ങി. അബൂ നുഐമിൻ്റെ നിവേദനത്തിൽ ഇങ്ങനെ കാണാം: ഹലീമ ബീവി കുഞ്ഞുമായി തിരികെ വരവേ ദിൽമജാസ് എന്ന സ്ഥലത്തൊരു ലക്ഷണ വിദഗ്ധനുണ്ടെന്നറിഞ്ഞു. കുഞ്ഞുങ്ങളെ കാണിച്ചാൽ എല്ലാം അയാൾ നോക്കി പറയുമത്രേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതും അയാൾ ഗൗരവ നിരീക്ഷണം തുടങ്ങി. തങ്ങളുടെ കണ്ണിലെ ചുവപ്പും ഖാത്തമുൻ നുബുവത്തും ദൃഷ്ടിയിൽ പതിഞ്ഞ അയാൾ ഇങ്ങനെ ആർത്തലച്ചു: അറബികളെ, നിങ്ങൾ ഈ ബാലനെ വേഗം വധിക്കുവിൻ, ഇല്ലെങ്കിൽ ഇവൻ നിങ്ങളെ തകർത്തെറിയും, നിങ്ങളുടെ വിഗ്രഹങ്ങൾ പൊട്ടിച്ചെറിയും. ഇവന്റെ മതം നിങ്ങൾക്ക് മേൽ അതീശത്വം വാഴും. ഇവന് വാനലോകത്തു നിന്ന് നിർദ്ദേശം പ്രതീക്ഷിക്കപ്പെടുന്നു. അയാൾ കുഞ്ഞിനെ കൊന്നേ പറ്റൂ എന്ന നിലയിലാണ്. അതിനിടയിൽ കുഞ്ഞുമായി ബീവി സ്ഥലം വിട്ടു. ഇല്ലായിരുന്നെങ്കിൽ അവൻ കുട്ടിയെ കൊന്നേനെ. അവസാനം അവന് സ്വബോധം തന്നെ പോയി മറഞ്ഞു. മുഴുഭ്രാന്തനായി കാഫിറായി കാലഗതി പ്രാപിച്ചു. ഇബ്നു സഅദ്.